ഈ കാണുന്ന ഈ ഒരു ഗാർഡൻ്റെ ഈ കുറച്ച് പ്ലേസ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു പുതുജീവൻ കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അതിനായിട്ടുള്ളൊരു പണിപ്പുരയിലായിട്ടുള്ള ഒരു കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്റ്റാൻഡാണ്, സിമെൻറ്റിലെ ഒരു സ്റ്റാൻഡ്. അതിൻ്റെ മുകളിലായിട്ട് ഇൻ്റർലോക്കിൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനടുത്തായിട്ട് അക്വേറിയത്തിന് സെറ്റ് ചെയ്യുന്ന ഔട്ട്ഡോർ അക്വേറിയമാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പോട്ടാണ് ഞാൻ ആദ്യം തന്നെ വെച്ച് കൊടുക്കുന്നത്. അക്വേറിയം സെറ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്, മനസ്സിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. പക്ഷേ ഇന്നലെ ഈ ഒരു ബുദ്ധ പ്രതിമ കണ്ടപ്പോഴാണ് ഈ കൂടുതലായിട്ട് ആഗ്രഹം തോന്നിയത്. അങ്ങനെ കണ്ടപാടെ തന്നെ വാങ്ങിയായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് തന്നെ വാങ്ങിയായിരുന്നു. അങ്ങനെ അത് ഒരു ഗോൾഡും ബ്ലാക്കും ഒരു ഷെയ്ഡിലുള്ള ഒരു പെയിൻ്റ് ആയിരുന്നു ആദ്യം അടിച്ചിരുന്നത്. പിന്നീട് അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ഗോൾഡ് ആയിരുന്നു കൊടുത്തത്. ഈ ഗോൾഡ് കൊടുക്കാനുള്ള കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ സെറ്റ് ചെയ്യുന്ന ഭാഗത്ത് നന്നായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ സൺലൈറ്റിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്നത് ഈ ഒരു ഗോൾഡിനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഗോൾഡ് പെയിൻറ്റ് ഈ ബുദ്ധ പ്രതിമയ്ക്ക് കൊടുക്കാൻ കാരണം. അങ്ങനെ ഈ ബുദ്ധ പ്രതിമയൊക്കെ കൊണ്ടുവച്ച് അതിനുശേഷം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പച്ചപ്പിനിടയിൽ ഈ ഒരു ബുദ്ധ പ്രതിമ ഇരുന്ന പോലെ ഒരു നാച്ചുറലായിട്ട് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ഒരു അക്വേറിയത്തിന്. എൻ്റെ കയ്യിലിരുന്ന പ്ലാന്റ്സ് തന്നെയാണ് അവിടെ തന്നെ കുറച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അക്വേറിയത്തിൻ്റെ ആ ഒരു പോട്ടുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് സ്റ്റോൺസൊക്കെ വെക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമേ സ്റ്റോൺസ് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് പ്ലാന്റ്സും ഇതുപോലെ സ്റ്റോൺസും ഈ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഇതുപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇതുപോലെ എല്ലാം വാങ്ങിച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ സെറ്റ് ചെയ്യാമെന്ന്. പിന്നീട് അതിനുള്ള ക്ഷമയില്ലാത്ത കാരണമാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ള കാരണം. ഇതുപോലെ സ്റ്റോൺസൊക്കെ വെച്ച് കൊടുത്ത് എൻ്റെ കയ്യിൽ കുറച്ച് ഗപ്പിയും പിന്നെ ഒരു മോളി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗൗര, 2 ഗൗര, വലിയ ആ കാണുന്ന മീനുകളാണ് ഗൗര, അതിൻ്റെ പേരാണ് കേട്ടോ ഗൗര. അതൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ആ മീനുകളുടെ സന്തോഷം തന്നെ കാണാൻ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ ആദ്യം ഇട്ടിരുന്നത് ഒരു ചെറിയൊരു ബക്കറ്റിനകത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പേസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്പേസിനകത്തൂടെ ഇത് ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതത്ര സ്വതന്ത്രയായി നന്നായിട്ട് ആ ഒരു പോട്ടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആ പോട്ടിൽ കിടന്ന് ഓടിക്കളിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് മുട്ടപ്പായലും ഇതുപോലത്തെ ഒരു ശംഖൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ അക്വേറിയം സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഗാർഡനിലൊക്കെ വന്നിരിക്കുന്നത് പോലെ തന്നെയാണ് ഇതുപോലെ ഈ മീനിനെയൊക്കെ വളർത്തുന്നതും ഇതുപോലെ ഫുഡും ഒക്കെ മീനുകൾക്ക് ഇട്ട് കൊടുക്കുന്നതും നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ഇതുപോലത്തെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇതുപോലെ ഈ ഒരു അക്വേറിയത്തിൻ്റെ അകത്തായിട്ട് ഞാനൊരു പ്ലാന്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് സൺലൈറ്റ് കൂടുതലായിട്ട് അടിക്കുന്ന ഭാഗമാണ്. എപ്പോഴും നമ്മൾ ഇതുപോലെ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ പരമാവധി തണൽ ഭാഗമാണ് ഉപയോഗിക്കാനുള്ളത്. ഇത് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കുറവ് കാരണമാണ് ഞാനിവിടെ വെച്ചത്. എപ്പോഴും മീനുകൾ അതിൻ്റെ ബോഡി ആയിരുന്നാലും അതിൻ്റെ വെള്ളമായിരുന്നാലും എപ്പോഴും തണുത്ത ഒരു അന്തരീക്ഷമാണ് അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനടിയിലായിട്ട് അത് താമസിക്കുകയും അതിനുള്ള ബ്രീഡിങ്ങും കാര്യങ്ങളും നടക്കുകയും അതുപോലെ തന്നെ പുതിയ മീൻ കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.